ഓക്കെ, ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നു ബാലരാംപുരത്തും. ശിവദാസൻ, നമസ്കാരം സാർ. നമസ്കാരം. അതെ, മാണി ഗ്രൂപ്പ് നമ്മളെ വരാൻ വേണ്ടി പാർട്ടിക്ക് വരാൻ വേണ്ടി ഒരു ചർച്ച നടന്നിട്ടില്ല. എന്തോ ഒരു അഭിമുഖം പത്രങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കും, അല്ലാതെ പറയുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ സാഹചര്യത്തില് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആയിരുന്നാലും നിർണായക ഘടകമാണ് ഘടകകക്ഷികൾ. തീർച്ചയായും ഞാൻ പറയും, തീർച്ചയായും ഘടകകക്ഷി നിർണായകമായ ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഒരു കാരണവശാലും മാണി കോൺഗ്രസ് വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിന് കിട്ടുന്ന അധികാരം ഇവിടെ കിട്ടും. പിന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആരും ഒന്നും പറയണ്ട. നമ്മളെ മാണി സാറിന് പിണറായി വിജയൻ സാറും കൊടിയേരി ബാലകൃഷ്ണനും കാണ്ടാമൃഗത്തെ തുടക്കറ്റി കാലും പറഞ്ഞിട്ട് പോലും ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത ശ്രീകോവിലായ അസംബ്ലി അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത ഇവരാണ് ഇപ്പോൾ 25 സ്ഥലം കൊടുത്തത്. സന്തോഷമാണ്, നമുക്കെല്ലാം സ്വാഗതം ചെയ്യുന്നു. കൊടുക്കണം. അവർ നല്ല സ്മാരകം വരണം, നല്ല ലൈബ്രറി വരണം, നമുക്ക് എല്ലാവർക്കും പോകാം. നല്ല ഒരു രാഷ്ട്രീയ നേതാവിനാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മാണി ഗ്രൂപ്പ് ജോസ് ഗ്രൂപ്പ് വന്നെന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് സംഭവിക്കില്ല. കോൺഗ്രസ് വീണ്ടും പറയുന്നു മനസ്സാറെ സന്തോഷ് കൂടി എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇതെന്തൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ ഉണരുകയാണ്. താങ്കൾ ഇവിടെ ഉണ്ട്, താങ്കൾക്ക് ഇടതു മുന്നണിയിൽ കുറെ കൂടി ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണോ? എന്താണ് ഈ മുന്നണി ചാഞ്ചാട്ടത്തിന്റെ പിന്നാമ്പുറത്തിൽ നടന്നിട്ടുണ്ടാവുക? നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ എനിക്ക് ഇന്നലെ ഞാൻ ഒരു ഇത് കേട്ടായിരുന്നു, ഈ ചർച്ചയിൽ തന്നെ കേട്ടിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കാം. ഇന്നലെ കൊല്ലത്തിന് ഒരു ഷാഹിചേട്ടൻ പറഞ്ഞു, പവർ കട്ട് കേരളത്തിൽ ഇല്ലാതാക്കിയില്ലേ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. പവർ കട്ട് ഇല്ലാണ്ടാക്കി, അത് സത്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയപ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ 4 പൈസക്ക് 25 വർഷത്തേക്ക് ഒരു കരാർ ഇട്ടത്, അത് ഈ സർക്കാർ വന്നപ്പോ ആ കരാർ റദ്ദാക്കി കഴിഞ്ഞ് അതെ അല്ല, പവർ കട്ട് ഇല്ലാതാക്കി. പക്ഷെ ആർക്കാണ് നഷ്ടം? ജനങ്ങൾക്ക് തന്നെയാണ് വീണ്ടും നഷ്ടം. പവർ കട്ട് ഇല്ലാക്കി നമ്മളെ ഇവിടുന്ന് ഉണ്ടാക്കിയ ഉത്പാദിപ്പിച്ച കറണ്ടല്ല, പുറത്തുനിന്ന് വരുന്ന കറണ്ടാണ്. അപ്പം ജനങ്ങളെ വെറും പൊട്ടന്മാരാക്കരുത്. കാരണം ജനങ്ങളെ കയ്യിൽ നിന്നാണ് വീണ്ടും 4 രൂപയ്ക്ക് മുകളിൽ പൈസ മേടിക്കുന്നത്. പിന്നെ ഇതില് 5 വർഷം മുമ്പാണ് 25 ഈ കെ എം മാണിയുടെ സ്മാരകം പണിയാന്നൊക്കെ പറഞ്ഞ് ബജറ്റിൽ പറഞ്ഞത്. ഈ 5 വർഷം കാത്തിരിക്കേണ്ട അവസ്ഥ വന്നിരുന്നോ? ആവശ്യമില്ലായിരുന്നല്ലോ. ഈ ജോസ് കെ മാണി പോകുമെന്ന് വിചാരിച്ചപ്പോലെ ഇത് ചെയ്തത്, അങ്ങനെയല്ലേ ചെയ്തത്? അതിന്റെ അപ്പുറം ഒന്നുമല്ലല്ലോ. പിന്നെ ഈ കോഴ എണ്ണാൻ വെച്ച യന്ത്രം ഇനിയിപ്പോ എവിടെ കൊണ്ടുവെക്കും? അവിടെ അതിന് പ്രത്യേക ഒരു സജ്ജീകരണം കൂടി ഇവർ തയ്യാറാക്കണം. കാരണം ഇവർ തന്നെയാണെന്ന് പറഞ്ഞത്, കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകത്തിൽ പോകുന്ന പറഞ്ഞത് അല്ലെ? അങ്ങനെയല്ലേ കെ മാണി ആക്രമിച്ചത്. കുറച്ചെങ്കിലും നട്ടെല്ലും നാണമാനം ഉണ്ടെങ്കിൽ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കെ എം മാണിയുടെ മകൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കെ എം മാണിനെ അത്രമാത്രം അധിക്ഷേപിക്കുകയും ഈ കെ എം മാണിക്ക് വേണ്ടി UDF ആണ് അവിടെ നിന്നത് സപ്പോർട്ട് ചെയ്യാൻ. ആ കെ എം മാണിയുടെ ജോസ് കെ മാണിയാണ് അങ്ങോട്ട് പോയിട്ട് ഇപ്പം പറയുന്നത്. പിന്നെ ജോസ് കെ മാണി പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ പോകുന്നിടത്ത് ഭരണം ഉണ്ടാവും പറഞ്ഞത്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഭരണമുള്ളിടത്ത് ജോസ് കെ മാണി ഉണ്ടാവും. കാരണം ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയും ചെയ്യും. അതിനുശേഷം ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് തെറിക്കുകയും ചെയ്യും, CPM-നെ ചതിച്ചുകൊണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ചർച്ച മറ്റേ ജയിലിലെ 620 ആക്കിയതായിരിക്കും ഞാൻ ചിന്തിച്ചത്. കാരണം അതൊരു വലിയൊരു പ്രോത്സാഹനമാണല്ലോ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പം പാലക്കാട് ഒരു 20 വയസ്സുകാരൻ ഒരാളെ കൊന്നിട്ടുണ്ട്. ജീവപര്യന്തം 10 വർഷം തടവ് ശിക്ഷ കിട്ടുവാണെങ്കിൽ 22,32,000 രൂപ ആ അയാൾക്ക് കിട്ടും. ഗോവിന്ദസ്വാമിക്കും അതേപോലെ കിട്ടും. അപ്പൊ ഇവിടെ ഒരു 5 സെന്റ് സ്ഥലവും വാങ്ങിയിട്ട് ഈ പരിപാടിക്ക് വീണ്ടും ഇവിടെ തന്നെ തുടങ്ങാൻ പറ്റും. കാരണം ഇരട്ട ജീവപര്യന്തമുള്ള പയ്യന്നൂർക്കുള്ള കൗൺസിലർക്ക് കിട്ടും 40 ലക്ഷം രൂപ. 20 വർഷം കഠിന തടവ്, 40 ലക്ഷം കിട്ടും. പിന്നെ ഇതൊക്കെ ഇവരെ അടുത്ത സർക്കാർ വരുമ്പോ, UDF സർക്കാർ വരുമ്പോൾ എന്തായാലും മനുഷ്യർ കരുതി വെച്ചോ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിരപരാധികൾ കൊല ചെയ്യപ്പെടും. അന്ന് ഇവർക്ക് കാരണം ഭരണം ഉള്ളത് കൊണ്ടാണ് ഇപ്പം അക്രമം നടത്താത്തത്. ഭരണം ഇല്ലാത്തപ്പോൾ, കാരണം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ഇവർ അക്രമം ഒഴിച്ചുവിട്ടു തോറ്റ സമയത്ത്. അതേപോലെ ഭരണം മാറുന്ന സമയത്ത് ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെടും. അത് എണ്ണിവെച്ചോ. പറ്റുമെങ്കിൽ ഈ DGP ഒരു സർക്കുലർ ഇറക്കുക, നിങ്ങൾ അന്വേഷണം തുടങ്ങുക. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത അന്ന് തൊട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഓരോ വീടുകളും, കോൺഗ്രസോ മാർക്സിസ്റ്റോ BJP നോക്കണ്ട,
ഓരോ വീടും ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് ബോംബ് സ്ക്വാഡിനെ കൊണ്ട് അന്വേഷിക്കുക. പിന്നെ ഈ പുഴയളമ്പും അവിടെയൊക്കെ അന്വേഷിക്കുക. പല ബോംബുകളും കിട്ടും. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സമാധാനം നിലനിർത്താൻ പറ്റും. വന്നു പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജോസഫ് തോമസ് എന്നോട് പറയുന്നത് കേരള കോൺഗ്രസ് തീയാണെന്ന് പറയുന്നു. സന്തോഷ് കാസർഗോഡിന് ജയകുമാർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. കിഷോർ കോന്നി എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. കിഷോറിന് എൻ്റെ ഹായ്. സെബാസ്റ്റ്യൻ, അങ്ങ് ഈ നമ്മൾ ഒരിക്കൽ പറഞ്ഞാണല്ലോ, ഈ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിയോജിപ്പുകൾ അങ്ങ് കുറെ കൂടി സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തിയാലേ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് ഇത്, വീട്ടിലൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ശ്രീ സെബാസ്റ്റ്യൻ? അങ്ങൊരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനും കൂടിയല്ലേ, അപ്പോൾ അവർക്ക് കൂടി ഇത് നാണക്കേടല്ലേ? സദാനന്ദൻ എന്നോട് പറയുന്നു രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളുമില്ല, എല്ലാം വിസ്മയം. എന്ത് വിസ്മയം ഉണ്ടാകും? ബീഹാറിലെ വിസ്മയം നമ്മൾ കണ്ടില്ലേ എന്ന് പറയുന്നു. ഗോളാന്തരം നമസ്കാരം എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, സുനിൽകുമാർ ഉണ്ട്. അപ്പോൾ കയ്യേറ്റക്കാരൻ അൻവറും കോഴമാണിയും വേണം 100 തികയാൻ എന്നൊക്കെ പ്രമോദ് നാണു എന്നോട് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് 25 സെൻറ്റ് സ്ഥലം കിട്ടിയപ്പോൾ കുഞ്ഞുമാണിക്ക് തൃപ്തിയായി എന്ന് കൃഷ്ണദാസ് എന്നോട് പറയുന്നു. അപ്പോൾ ജയകുമാറുണ്ട്, നമ്മുടെ പ്രേക്ഷകർ സ്ഥിരം പട്ടി ഷിജു ഒക്കെ ഉണ്ട്. കിരൺ ബാബുവിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കിരൺ ബാബു ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, പക്ഷേ ഇവിടെ ഒരു മാറ്റത്തിനുള്ളൊരു ശ്രമം നടന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോഴും പിന്നണിയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ധൃതി പിടിച്ച് സ്ഥലം വിട്ടുകൊടുക്കുന്നു, 25 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കുന്നു, ബാക്കി ധാരണകളാകുന്നു. പക്ഷേ UDF-ൽ പാല വിട്ടുകൊടുക്കില്ല, വരണ്ട എന്ന് ജോസഫ് വിഭാഗം പറയുന്നു. അപ്പോൾ ഒരു അനുകൂല സാഹചര്യമല്ലെന്ന് മനസ്സിലാക്കി ഒഴിവാക്കിയതാണോ, അതോ ഇത് ഇല്ലാത്ത ഒരു കഥയാണോ? സാർ നമസ്കാരം. നമസ്കാരം. ഇതിന്റെ പിറകിൽ 25 സെന്റ് സ്ഥലമൊക്കെ കൊടുത്തതാണ്. നോട്ടെണ്ണുന്ന മിഷൻ അവരെടുത്താണുള്ളത്. അപ്പൊ ഈ സ്വർണ്ണ കള്ളന്മാരുണ്ട് ജയിലിൽ, അവരുടെ വീട്ടിൽ നോട്ടെണ്ണാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പറ്റൂല. അതിന് നോട്ടെണ്ണുന്ന മിഷൻ വേണം. ആ മിഷൻ അവരിങ്ങ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും. കാരണം ഒന്ന്, പിന്നെ ഈ പ്രാദേശിക പാർട്ടികളാണ് ഈ രാജ്യത്തിന്റെ പുഴുക്കുത്ത്. കാരണം അവരാണ് ഈ രാജ്യത്തെ ഭരണത്തിന് അസ്ഥിരപ്പെടുത്തുന്നത് എപ്പോഴും. കാരണം അവരെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കാൻ ഒരു മുന്നണിക്കും ഇവിടെ സാധ്യമല്ല. അപ്പൊ ഈ പ്രാദേശിക പാർട്ടികളെ നിരോധിക്കാനുള്ള ഒരു നിയമം രാജ്യത്തിൽ എല്ലാ പ്രാദേശിക പാർട്ടികളും, കാരണം അവരാണ് ഈ രാജ്യത്തിന്റെ പുഴുക്കുത്ത്. അവരാണ് പ്രാദേശികമായിട്ട് എവിടെയും പ്രശ്നങ്ങളുണ്ട്, കുത്തിത്തിരിപ്പ്. 5 മന്ത്രി വേണം, ഞങ്ങൾ ഇത്ര MLA ഞങ്ങൾക്ക് ഇത്ര വേണം, അവർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാണ്. അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ. ഇതിൽ നിന്ന് രാഷ്ട്രീയത്തിലെ എതിരാളികളൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ NDAയുടെ ആശയം ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടി NDAയുടെ ആശയം നടപ്പാക്കാൻ ഏത് പാർട്ടിയുടെയും ഞങ്ങൾ പങ്കാളിയാവും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് യാതൊരു ഞങ്ങൾക്ക് ലെവലിൽ ഒരു അശേഷം അതിൽ ഒരു പ്രയാസമില്ല. പക്ഷെ ഇവരൊക്കെ അതല്ല, ഇവർ രാജ്യം അസ്ഥിരപ്പെടുത്താണ്. പിന്നെ KM മാണിനെ അവർ വിളിച്ച കാര്യങ്ങളും മറ്റുള്ള ഇപ്പൊ ഒരു ബഹുമാന്യ കുഞ്ഞാമത് പറയുന്നത് കേട്ടു. അങ്ങനെയാണ് വളരെ നികൃഷ്ടമായ ജീവിതം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.